Hello, my dears. I am your Divya Sajid from Div's Happiness Hub. നമ്മൾക്ക് എല്ലാവരുടെ ആഗ്രഹം നമ്മുടെ കുട്ടികളെ ഏറ്റവും മിടുക്കരും നല്ല സ്വഭാവമുള്ള മികച്ച വ്യക്തിത്വങ്ങളാക്കാനാണ് എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം. അല്ലാതെ നമ്മുടെ കുട്ടികൾ ആരും മോശമായി പോകാൻ ഒരാളും ആഗ്രഹിക്കില്ല. അപ്പം നമ്മുടെ കുട്ടികളെ എങ്ങനെ നമുക്ക് ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ SWOT എന്ന് പറയും കേട്ടോ, SWOT. ഈ 4 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കളിൽ ഒന്ന് അപ്ലൈ ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കണം മക്കളുടെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ മാതാപിതാക്കൾ എന്ന് വെച്ചാൽ മക്കൾ എന്താ പറയുക, മനസ്സിൽ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാനത്ത് കാണും എന്ന് പറയില്ലേ, അതുപോലെ കുട്ടികൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ എല്ലാ പാരൻസും റെഡിയാണ്. അപ്പം നമ്മൾ അവർക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടോ അവർക്ക് നമ്മൾ ഗിഫ്റ്റിംഗ് ചെയ്തുകൊണ്ടോ നമ്മൾ നല്ലൊരു പാരൻ്റ് ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചില പാരൻസ് ഉണ്ട് സ്നേഹം കാണിക്കാൻ അറിയില്ല, എന്നാൽ അവർക്ക് നല്ല സ്നേഹമുണ്ട് താനും അല്ലേ. അപ്പം കുട്ടികൾക്ക് വേണ്ടത് എന്താണ്? നമ്മൾ സ്നേഹം അവരോട് പ്രകടിപ്പിക്കണം, അതവരോട് പറയണം. എപ്പോഴും എപ്പോഴും സമയം കിട്ടും, എത്രത്തോളം നിങ്ങൾക്ക് സമയം കിട്ടുന്നു അപ്പോഴൊക്കെ നിങ്ങൾ കുട്ടിയോട് പറയണം, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ മോനെ, എൻ്റെ മോനാണ് എൻ്റെ എല്ലാം, അല്ലെങ്കിൽ എൻ്റെ മോളാണ് എൻ്റെ എല്ലാം എന്ന് നമ്മൾ കൂടെ ഇങ്ങനെ കുഞ്ഞോട് പറയണം കേട്ടോ. അപ്പോൾ കുട്ടിയുടെ അവൻ്റെ സ്ട്രെങ്ത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം, അവന് ഒരു സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അവന് തോന്നണം എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് പറയാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് എൻ്റെ പാരൻസ് ആണെന്നും കുട്ടിക്ക് ആത്മവിശ്വാസം വളർത്തണം. എന്ത് വന്നാലും അവരെൻ്റെ കൂടെ ഉണ്ടാകും എന്നൊരു ആത്മവിശ്വാസം കൂടുതലുണ്ടാകണം. അപ്പോൾ കുട്ടിയുടെ സ്ട്രെങ്ത് നിങ്ങളാകണം, അത് കണ്ടുപിടിക്കണം നിങ്ങൾ. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് മാത്രമല്ല, കുഞ്ഞിനൊരു ട്രസ്റ്റും കൂടെ നമ്മൾ വളർത്തിയെടുക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അടുത്തതായിട്ട് നമ്മൾ വീക്ക്നെസ്, നമ്മുടെ കുട്ടിയുടെ കുറവുകൾ എന്താണ്, അവൻ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, അവൻ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അവൻ ചിലപ്പോൾ അച്ഛനും അമ്മയും എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. നമ്മുടെ വിചാരം എന്താണ്, നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ എന്നായിരിക്കും. പക്ഷേ അതൊന്നും ആയിരിക്കില്ല കുഞ്ഞ് ആഗ്രഹിക്കുന്നത്. കുഞ്ഞ് ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് കുറച്ച് സമയം അച്ഛനോടോ അമ്മയോടൊപ്പം ഒന്ന് ഇരിക്കാനോ ഒന്ന് കളിക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ തിരക്കുകൾ മൂലം നമ്മളിങ്ങനെ കുഞ്ഞിന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് നമ്മളിങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. അതല്ല കുഞ്ഞിൻ്റെ ആഗ്രഹം, എന്താണ് അവൻ്റെ പിന്നെ പരിമിതികളെന്ന് മനസ്സിലാക്കി നമ്മൾ അവനോടൊപ്പം നിന്ന് കുഞ്ഞിൻ്റെ വീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അടുത്തതാണ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നമ്മൾ കുഞ്ഞിന് കൊടുക്കണം. ഒരുപാട് അവസരങ്ങളുണ്ട്. അവൻ്റെ സാമൂഹിക പ്രതിബദ്ധത നമ്മൾ വളർത്തിയെടുക്കണം. കാരണം സമൂഹം അവനിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, അച്ഛനും അമ്മയും എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് അവനെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇപ്പോൾ കുഞ്ഞ് നല്ല എക്സാമിനൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ച് സ്കൂൾ ഫസ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ നല്ല സന്തോഷിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വിചാരം എന്താണ്, ഞാൻ അപ്പോൾ നല്ല ഫസ്റ്റ് ആകുമ്പോൾ ക്ലാസ് ഫസ്റ്റ് ആകുമ്പോൾ പാരൻസ് സന്തോഷിക്കുന്നു, അപ്പോൾ അതാണ് അവരുടെ സന്തോഷം എന്ന് കുഞ്ഞ് വിചാരിക്കും. അങ്ങനെയല്ല, കുഞ്ഞിൻ്റെ സന്തോഷമാണ് അവൻ വന്ന് ഗ്രേറ്റ്ഫുള്ളായിട്ട് എനിക്ക് ഇന്ന് ക്ലാസ് ഫസ്റ്റാണ്, നല്ല ടോപ്പായി ഞാൻ പറയുമ്പോൾ നമ്മൾ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ രീതി, ഇനിയും ഇതിൽ മികച്ചതാവണം എന്ന് നമ്മൾ അവനോട് പറയുന്നതൊക്കെ എന്തിനാ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കുഞ്ഞിന് കൊടുക്കണം. അവന് പുറമേയും അകമേയും ആൾക്കാരോട് പെരുമാറേണ്ടത്, അവൻ്റെ വിദ്യാഭ്യാസത്തിൽ അവൻ്റെ കൂട്ടുകെട്ട് എന്തൊക്കെയാണ്, അവൻ്റെ കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവസരങ്ങൾ കുഞ്ഞിന് മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തി കൊടുക്കണം. അടുത്തതായിട്ട് ത്രെഡ്സാണ്, അവനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവനിൽ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. അവന് പിന്നെ ബാഹ്യവും ആന്തരികവുമായിട്ട് അവനെ അലട്ടുന്ന പ്രോബ്ലംസ്, അവൻ്റെ കൂട്ടുകെട്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അതുപോലെ അവൻ അമിതമായിട്ട് നമ്മുടെ ഗാഡ്ജറ്റ്സിൽ അകപ്പെട്ടിട്ടുണ്ടോ, അവൻ എന്തൊക്കെയാണ് അവൻ്റെ ത്രെഡ്സ്, അവൻ്റെ കുറവുകൾ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ അറിഞ്ഞ് കണ്ട് അവരോടൊപ്പം നിൽക്കുക. കണ്ട് കേട്ട് വളരുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മൾ അവരോടൊപ്പം ഏറ്റവും അടുത്ത് നിന്ന് അവർക്ക് തോന്നണം എന്താണ്, വാക്കുകളിലൂടെ നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾക്ക് അവരെ വിശ്വാസമാണ്, നമ്മൾ അവരെ വിശ്വസിക്കുന്നുണ്ട്, അവർക്ക് എന്തും പറയാൻ പറ്റുന്ന അവിടെ ഏറ്റവും നല്ല ബെസ്റ്റാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ SWOT എന്ന് ഞാൻ പറഞ്ഞതാണ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, പിന്നെ അവരുടെ ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ഏറ്റവും മികച്ചതായിട്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലും നിങ്ങളുടെ ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്യണം.
Thank you for supporting me. I am your Divya Sajid from Divu's Happiness Hub.